ഇന്ത്യയിലെ ഏറ്റവും സമാധാനപൂർവ്വമായി ജീവിക്കാൻ കഴിയുന്ന നമ്മുടെ കേരളത്തിന്റെ മതസൗഹാർദ്ദ അന്തരീക്ഷത്തിൽ വിദ്വേഷത്തിന്റെ വിത്ത് പാവാൻ കൊണ്ടുപിടിച്ച ശ്രമങ്ങളാണ് സിനിമ എന്ന കലയുടെ പേരിൽ നടക്കുന്നത്. കേരളത്തിന്റെ പേരിൽ ഒരു പെരുന്നുണ വിളിച്ചോതിയ കേരള സ്റ്റോറിക്ക് പിന്നാലെ ഇപ്പോഴാ അതിന്റെ തുടർച്ചയായി അതിനേക്കാൾ ഭീകരമായ നുണ പറയുന്ന കേരള സ്റ്റോറി 2 പുറത്തിറങ്ങുന്നു. ട്രെയിലർ പുറത്തിറങ്ങിയപ്പോഴേക്ക് വർഗീയ ധ്രുവീകരണം ലക്ഷ്യം വെക്കുന്ന ആ സിനിമയുടെ ഭീകരത മതനിരപേക്ഷതയെ ആഗ്രഹിക്കുന്ന മുഴുവൻ മലയാളിക്കും ബോധ്യപ്പെട്ടു. തങ്ങളുടെ സ്വന്തം മണ്ണായി കേരളത്തെ ഈ വിധം കള്ളങ്ങൾ പറഞ്ഞ് ഇകഴ്ത്തുന്ന ഒരു സിനിമയാണെന്ന് അറിഞ്ഞിട്ടും അതിനെ ന്യായീകരിക്കാൻ വേണ്ടി കച്ചകെട്ടി ഇറങ്ങിയിരിക്കുകയാണ് കേരളത്തിലെ സംഘപരിവാരം. കഴിഞ്ഞ ദിവസം മാതൃഭൂമി ചാനലിൽ ഈ സിനിമയെ ന്യായീകരിക്കാൻ വേണ്ടി ഒരു പത്രവാർത്തയും പൊക്കി പിടിച്ചുകൊണ്ട് വന്ന BJPയുടെ പ്രതിനിധിയുടെ പച്ച നുണകളെ തെളിവ് നിരത്തി പൊളിച്ചെടുക്കുന്നുണ്ട് അവതാരകനായ അഭിലാഷ് മോഹൻ. ശ്രീ ശ്യാംരാജ്, കേരളത്തിനെതിരെയുള്ള ഈ വിദ്വേഷ പ്രചാരണത്തെ നിങ്ങൾ എൻഡോഴ്സ് ചെയ്യുന്നുണ്ടോ? ഈ ചിത്രത്തെയും ഇത് മലയാളികളെ അപകീർത്തിപ്പെടുത്തുന്നതായതുകൊണ്ട് ദേശീയ അവാർഡ് കൊടുത്ത് പുരസ്കരിക്കുമോ? അഭിലാഷ് ഇവിടെ ഇരിക്കുന്നത് ആങ്കർ ആയിട്ടാണോ അതോ പഴയ മീഡിയ വണിന്റെ പ്രതിനിധിയായിട്ടാണോ എന്ന് എനിക്കൊരു സംശയം. മാതൃഭൂമിയുടെ പ്രതിനിധിയായിട്ടാണ് ഞാൻ മനസ്സിലാക്കി ആണല്ലോ. ഓക്കെ, അല്ല, എനിക്ക് നിങ്ങളുടെ ചോദ്യം കേട്ടപ്പോൾ തോന്നിയതാണ്. ഒന്ന് ഈ സിനിമ ഇറങ്ങിയിട്ടില്ല, സിനിമ റിലീസ് ആവാൻ വേണ്ടിട്ട് പോകുന്നേ ഉള്ളൂ. കേരളത്തെ അപമാനിക്കാനാണോ ഈ സിനിമ എന്നുള്ളത്? സിനിമ ആ ട്രെയിലർ ഉണ്ടോ? ആ ട്രെയിലർ കണ്ടിട്ട് കേരളത്തെ അങ്ങോട്ട് അപമാനിച്ചു കളയും. ഇനി കേരളത്തെ അപമാനിക്കുന്ന ഒരു സിനിമയ്ക്ക് ദേശീയ അവാർഡ് കൊടുക്കും നിങ്ങൾ എങ്ങനെയാ പറയാം? ഈ സിനിമയുടെ കണ്ടന്റ് എന്താണ്? ഒന്ന്, ഈ സിനിമ നിർമ്മിച്ചത് ഞങ്ങളല്ല, സിനിമ സംവിധാനം ചെയ്തത് ഞങ്ങളല്ല. പിന്നെ ഈ സിനിമയുടെ കണ്ടന്റ് എന്താണോ ആ കണ്ടന്റിനെ കുറിച്ചിട്ട് ഞങ്ങൾക്ക് അഭിപ്രായമുണ്ട്. ആ അഭിപ്രായത്തെ കുറിച്ചിട്ട് നമുക്ക് ചർച്ച ചെയ്യാം. എന്താണ് അഭിപ്രായങ്ങളെ കുറിച്ചിട്ട് ചർച്ച ചെയ്യാം. ആ അഭിപ്രായം, ആ കണ്ടന്റ് പറയട്ടെ തോക്കിയൊടിക്കല്ലേ. ആ കണ്ടന്റിനെ കുറിച്ചിട്ട് പറയുമ്പോൾ അത് കേരളത്തെ അപമാനിക്കലാണ് എന്ന് പറയുന്ന ഇടത് ജമാഅത്തെ ആ ഒരു നറേറ്റീവ് ഞാനതിന്റെ സ്ക്രിപ്റ്റ് റൈറ്റർ അല്ലെന്ന്. കേരളീയരുടെ പൊതുവിഷയമാണ് നിങ്ങൾ നിൽക്കുന്നത്. അങ്ങനെ കേരളീയരെ ഏത് നിലയ്ക്കും അപകീർത്തിപ്പെടുത്താം, കേരളീയരെ ഏത് നിലയ്ക്കും അപമാനപ്പെടുത്താം എന്നൊക്കെയുള്ളത് അതൊരു വല്ലാത്ത ആശയമാണ് ശ്യാംരാജെ. അത് മലയാളികളുടെ പൊതുവിഷയമാണ്. അഭിലാഷ്, ഞാൻ പറയട്ടെ, മലയാളിയുടെ വിഷയം തന്നെയാണ്, ഒരു സംശയമില്ല. മലയാളിയുടെ വിഷയത്തെ കുറിച്ചാണ് ഞാൻ സംസാരിക്കാൻ വേണ്ടിട്ട് പോകുന്നത്. നിൽക്കുന്നത് ഞാൻ പറയട്ടെ. ഒന്ന്, ആ സിനിമയുടെ അതൊരു സിനിമയാണ്, അതൊരു സിനിമ ഒരു കലയാണ്. അതിനകത്തെ കണ്ടന്റിനെ കുറിച്ചിട്ട് നമുക്ക് ചർച്ച ചെയ്യാം. ഇനി 32,000 1999 എനിക്കറിയില്ല, അത് സംവിധായകൻ പറയട്ടെ. ഞാൻ പറയുന്നത് അതിന്റെ കണ്ടന്റ് ആണ് എന്ന് പറയുന്ന ഒന്ന് കേരളത്തിലുണ്ടോ? ഉദാഹരണങ്ങൾ എത്രയാണ് നിങ്ങൾക്ക് വേണം? എത്ര ഉദാഹരണങ്ങൾ നിങ്ങൾക്ക് വേണം? എത്ര വാർത്തകൾ ഞാൻ വായിച്ചു? 2025 കോതമംഗലത്തെ ഒരു പെൺകുട്ടി, ഞാൻ പറയട്ടെ, കഴിഞ്ഞ വർഷം 2025 കോതമംഗലത്തെ ഒരു പെൺകുട്ടി ഫോഴ്സ്ഫുള്ളി മതപരിവർത്തനം ചെയ്യാൻ വേണ്ടിട്ട് പറഞ്ഞു എന്ന് പറഞ്ഞിട്ട് ആത്മഹത്യ ചെയ്തത്. ആ പെൺകുട്ടിയെ മർദ്ദിച്ചിട്ട് അവളെ മതപരിവർത്തന കേന്ദ്രത്തിലേക്ക് കൊണ്ടുപോകാൻ വേണ്ടിട്ട് കാർ വരെ റെഡിയാക്കി വെച്ചൊക്കെയാണ് എന്ന് പറഞ്ഞു. ലവ് ജിഹാദ് അല്ല, പറഞ്ഞോ, ചോദ്യത്തിന് ഉത്തരവായിട്ട് പറഞ്ഞാ പോരെ. ലവ് ജിഹാദ് ഉണ്ട്. നിയമപരമായിട്ട് പറയട്ടെ, ഞാൻ പറയട്ടെ. നിങ്ങൾ തോക്കിക്കാർ വെടിവെക്കല്ലേ? ഞാനത് എക്സാക്ട് അതിന്റെ കണ്ടന്റ് ഞാൻ പറഞ്ഞുതരാം. നിങ്ങൾ തോക്കിക്കാർ വെടിവെക്കല്ലേ? ഇതിനകത്ത് പ്രശ്നം എന്താ അറിയോ? നിങ്ങൾ കേരളത്തിലെ മാധ്യമങ്ങളും അതോടൊപ്പം തന്നെ ഇടതുപക്ഷവും എല്ലാം കൂടെ കൂടിയിട്ട് കഴിഞ്ഞ കുറെ നാളുകളായിട്ട് പറയുന്നതാണ് എന്താണ്, ഈ കേന്ദ്ര സർക്കാർ ലവ് ജിഹാദ് ഉണ്ട് എന്ന് പറഞ്ഞിട്ടില്ല, അതുകൊണ്ട് ലവ് ജിഹാദ് ഇല്ല. സത്യത്തിൽ എന്താ പറഞ്ഞിട്ടുള്ളത്? ഞാനതിന്റെ എക്സാക്ട് വാക്കുകൾ വായിക്കാം. എന്താ നോക്ക്. നിലവിലുള്ള നിയമങ്ങൾ പ്രകാരം ലവ് ജിഹാദ് എന്ന പദം നിർവചിച്ചിട്ടില്ല. കേന്ദ്ര ഏജൻസികളൊന്നും ഇത്തരത്തിൽ ലവ് ജിഹാദ് റിപ്പോർട്ടില്ല. എന്നിരുന്നാലും കേരളത്തിൽ നിന്നുള്ള മിശ്ര വിവാഹങ്ങളുമായി ബന്ധപ്പെട്ട 2 കേസുകൾ ദേശീയ അന്വേഷണ ഏജൻസികൾ അന്വേഷിക്കുന്നുണ്ട്. അഖില അശോകന്റെയും 2 സോണിയ സെബാസ്റ്റ്യന്റെയും കേസുകൾ ഡിഫൈൻ ചെയ്തിട്ടില്ല എന്നേ പറഞ്ഞിട്ടുള്ളൂ. ഡിഫൈൻ ചെയ്തിട്ടില്ല, നിയമപരമായിട്ടില്ല എന്ന് മാത്രമല്ല പറഞ്ഞിട്ടുള്ളത്. ഡിഫൈൻ ചെയ്തിട്ടില്ല എന്ന് മാത്രമല്ല, ഞാൻ ജി കിഷൻ റെഡ്ഡി, കേന്ദ്ര ആഭ്യന്തരമന്ത്രി, അമിത്ഷായുടെ ഡെപ്യൂട്ടി, അമിത്ഷായുടെ ഡെപ്യൂട്ടി കേരളത്തിൽ MOS ആയിരുന്നു ജി കിഷൻ റെഡ്ഡി. അദ്ദേഹം നക്ഷത്ര ചോദ്യത്തിന് ഉത്തരമായി പറഞ്ഞത് no such case of love jihad has been reported by any of the central agencies. No such case of love jihad has been reported by any of the central agencies. ഇത് കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം, കേന്ദ്ര ആഭ്യന്തര മന്ത്രി ലോക്സഭയിൽ പറഞ്ഞ അതിന്റെ അടുത്ത വാചകം തോന്നുന്നത് മാത്രം നിങ്ങൾ പ്രചരിപ്പിക്കുന്നു. cases from Kerala, നിങ്ങൾ കേരള involving interfaith marriage have been investigated by national investigation. അത് മുഴുവൻ വായിക്കുന്നേ. എനിക്ക് ഉറക്കം നിൽക്കുന്നേ. ഞാൻ cases from Kerala, ഞാൻ വായിക്കാം. ശ്യാംരാജ വായിക്കാം. അതിന്റെ മലയാളമാണ് ഞാൻ
അതിന്റെ മലയാളമാണ് ഞാൻ വായിക്കുന്നത്. അതിന്റെ മലയാളമാണ് ഞാൻ വായിക്കുന്നത്. നാഷണൽ ഇൻവെസ്റ്റിഗേറ്റിംഗ് ഏജൻസി. ശരി, NIA കേരളത്തിൽ നിന്നുള്ള 2 മിശ്ര വിവാഹങ്ങൾ അതിന്റെ മലയാളമല്ല ഞാൻ വായിക്കുന്നത്. എന്നിട്ടോ അന്വേഷിച്ചല്ലോ. അതായത് ഡിഫൈൻ ചെയ്തിട്ടില്ല എന്ന് മാത്രമേ ഉള്ളൂ. ഇതിനകത്തെ പ്രശ്നത്തിലോ നിയമപരമായി ഡിഫൈൻ ചെയ്തിട്ടില്ല. നിയമപരമായി ലവ് ജിഹാദിനെ ഡിഫൈൻ ചെയ്തിട്ടില്ല. ലവ് ജിഹാദ് കേസുകളില്ല എന്ന് ആഭ്യന്തരമന്ത്രി ലോക്സഭയിൽ പറഞ്ഞു. മതപരിവർത്തനം നടത്താൻ നിൽക്കുന്നേ ലവ് ജിഹാദ് എന്ന് പറഞ്ഞതാണ് മനഃപൂർവ്വം മതം മാറ്റാൻ വേണ്ടിയിട്ട് പ്രണയം നടിച്ച് മതം മാറ്റുന്ന പ്രക്രിയ കേരളത്തിൽ നടക്കുന്നുണ്ട്. അതിനാണ് ലവ് ജിഹാദ് എന്ന് പറയുന്നത്. ഡിഫൈൻ ചെയ്തിട്ടില്ല എന്നേ പറഞ്ഞിട്ടുള്ളൂ. കേരളത്തിൽ നിന്നുള്ള 2 മിശ്ര വിവാഹ കേസുകൾ NIA അന്വേഷിക്കുന്നുണ്ട്. അതാണല്ലോ ശ്യാംരാജ് നേരത്തെ പറഞ്ഞത്. ആണല്ലോ NIA അന്വേഷിച്ചിട്ടോ? NIA അന്വേഷിച്ചിട്ട് എന്താ കണ്ടെത്തിയത്? ആ NIA അന്വേഷണത്തെ കുറിച്ചുള്ള ഹിന്ദുസ്ഥാൻ ടൈംസിന്റെ റിപ്പോർട്ട് ഞാൻ വായിക്കാം. NIA ends Kerala probe says there is love but no jihad. NIA കേരളത്തിൽ നിന്നുള്ള ഈ പറഞ്ഞ മിശ്ര വിവാഹം സംബന്ധിച്ച കേസ് അവസാനിപ്പിച്ചു. എന്നിട്ട് NIA എന്താ പറഞ്ഞേ? There is love but no jihad. സ്നേഹമേ ഉള്ളൂ, ജിഹാദ് ഇല്ല എന്ന്. മതത്തിലേക്ക് മാറിയ ആൾക്കാരൊക്കെ ഉണ്ടാവുന്നേ. താങ്കളാണ് പറഞ്ഞത് NIA അന്വേഷിക്കുന്നുണ്ടെന്ന്. ഞാൻ NIA അന്വേഷിക്കുന്നുണ്ടെന്ന് പറഞ്ഞത്. ആയിക്കോട്ടെ, NIA അന്വേഷിക്കുന്നുണ്ട്. നിമിഷ ഫാത്തിമയുടെ കേസ് എന്താ? NIA അന്വേഷിച്ചു കൊടുത്ത നിമിഷ ഫാത്തിമയുടെ കേസിൽ NIA കൊടുത്ത റിപ്പോർട്ട് എന്താ? എന്റെ ചോദ്യത്തിന് ഉത്തരം പറ അഭിലാഷ്. എന്റെ നിയമപരമായിട്ട് ഡിഫൈൻ ചെയ്തിട്ടില്ല. അഭിലാഷിന്റെ പ്രശ്നം അറിയോ? നിയമപരമായി ഡിഫൈൻ ചെയ്യാത്തതാണ് പ്രശ്നം. സുപ്രീം കോടതിയിലായാലും ലോക്സഭയിലായാലും നിയമപരമായിട്ട് ഡിഫൈൻ ചെയ്യാത്ത ഒന്നിനെ ഉണ്ടെന്ന് സ്ഥാപിക്കാൻ വേണ്ടി പറ്റില്ല. നിയമപരമായി ഡിഫൈൻ ചെയ്യാത്ത ഒന്നുണ്ട് എന്ന് BJP സ്ഥാപിക്കുന്ന കേസല്ല. നിയമപരമായി ഡിഫൈൻ ചെയ്യാത്ത ഒന്നുണ്ട് എന്ന് BJP സ്ഥാപിക്കുന്നത് എന്താ? കേസെന്താ? നിയമപരമായി ഡിഫൈൻ ചെയ്യാത്ത ഒരു കാര്യമുണ്ട് എന്ന് പറഞ്ഞ് കേരളീയ അപമാനിക്കുന്നത് കേസെന്താ? അങ്ങനെ എന്റെ അഭിലാഷ കേരളത്തിൽ ലവ് ജിഹാദിന് അല്ലെങ്കിൽ പോപ്പുലർ ഫ്രണ്ടിന്റെ ജമാഅത്ത് ഇസ്ലാമിന്റെ നേതൃത്വത്തിലുള്ള നിർബന്ധിത പ്രണയം നടിച്ചുള്ള മതപരിവർത്തനത്തിന് കേരളത്തിലുള്ള പ്രചരണമാണ് തൊണ്ട വിടാതെ വിശ്വസിക്കാൻ സൗകര്യമില്ല അഭിലാഷ. മലയാളികളും കേൾക്കുന്നേ മൊത്തക്കച്ചവടം നിങ്ങൾ എടുക്കേണ്ട. മലയാളികളുടെ കേസ് എങ്ങനെയാ? നിമിഷ ഫാത്തിമയുടെ കേസ് എന്താന്ന് പറയാം അഭിലാഷ്. അഭിലാഷിന്റെ ചോദ്യത്തിന് ഉത്തരം പറഞ്ഞില്ലേ? ശരി, നിമിഷ ഫാത്തിമയെ പോലെയുള്ള ബാക്കി 31,999 പേരെവിടെ? ഒരു നിമിഷ ഫാത്തിമയല്ലേ ഉള്ളൂ. നോക്കൂ, ലവ് ജിഹാദുമായി ബന്ധപ്പെട്ട് സുപ്രീം കോടതി, കേരള ഹൈക്കോടതി, കേരള സർക്കാർ, സംസ്ഥാന സർക്കാർ, ദേശീയ വനിതാ കമ്മീഷൻ സംവിധായകനുമല്ല. ഞങ്ങൾക്ക് പ്രശ്നം അതിന്റെ കണ്ടന്റാണെന്ന്. നിങ്ങൾ പിന്തുണയ്ക്കുന്ന സിനിമയല്ലേ? പ്രശ്നം അതിന്റെ കണ്ടന്റാണ്. അതിനകത്ത് 31,999 ആണോ 32,000 ആണെന്നുള്ളത് എനിക്കറിയില്ല. കേരളത്തിലെ മിശ്ര വിവാഹങ്ങൾ സംബന്ധിച്ച് കേരളത്തിലെ മിശ്ര വിവാഹങ്ങൾ സംബന്ധിച്ച് ഈ അഖില ഹാദിയ കേസ് ഞാൻ പറഞ്ഞുതരാന്ന്. അല്ല, ഒരു നിമിഷം കേൾക്കൂ. കേട്ടാലല്ലേ പറയാൻ പറ്റൂ ശ്യാംരാജ്. കേട്ടാലല്ലേ പറയാൻ പറ്റൂ. കേട്ടാൽ താങ്കൾക്ക് എന്നെ ഖണ്ഡിക്കാമല്ലോ. ലെറ്റ് മീ ആസ്ക്. നോക്കൂ, അഖില ഹാദിയയുടെ കേസുമായി ബന്ധപ്പെട്ട് ഇന്ത്യ സുപ്രീം കോടതി, ഇന്ത്യയുടെ പരമോന്നത നീതിപീഠം ഈ വിഷയം പരിശോധിച്ചു. കേരളത്തിലെ 11 മിശ്ര വിവാഹങ്ങളുമായി ബന്ധപ്പെട്ട് അന്വേഷിക്കാൻ, കേരളത്തിലെ 89 മിശ്ര വിവാഹങ്ങൾ സംബന്ധിച്ച റിപ്പോർട്ട് നേടി 11 മിശ്ര വിവാഹങ്ങളെ സംബന്ധിച്ച് അന്വേഷിക്കാൻ ദേശീയ അന്വേഷണ ഏജൻസിയോട് ആവശ്യപ്പെട്ടു. ദേശീയ അന്വേഷണ ഏജൻസി അന്വേഷിച്ച് റിപ്പോർട്ട് കൊടുത്തു. ലവ് ജിഹാദ് കണ്ടെത്താൻ ദേശീയ അന്വേഷണ ഏജൻസിക്ക് കഴിഞ്ഞില്ല. തുടർന്ന് അഖില ഹാദിയെ അവരുടെ സ്വന്തം ഇഷ്ടത്തിന് വിടാൻ ഇന്ത്യയുടെ സുപ്രീം കോടതിയാണ് ഉത്തരവിട്ടത്. നോക്കൂ, സുപ്രീം കോർട്ട് ഓഫ് ഇന്ത്യ, കേരള ഹൈക്കോടതി, കേന്ദ്ര സർക്കാർ, സംസ്ഥാന സർക്കാർ, ദേശീയ വനിതാ കമ്മീഷൻ, ഇന്ത്യയിലെ വ്യവസ്ഥാപിതമായ എല്ലാ സ്ഥാപനങ്ങളും ഈ നിമിഷം വരെ ലവ് ജിഹാദ് ഇല്ല എന്ന ഖണ്ഡിതമായ നിലപാട് എടുത്തിരിക്കുക. അത് ഉണ്ട് എന്ന് നിങ്ങൾ പ്രൊപ്പഗേറ്റ് ചെയ്യുന്നത് എന്ത് അടിസ്ഥാനത്തിലാണ്? അതിന്റെ റാഷണൽ എന്താണ്? അതാണ് എന്റെ ചോദ്യം. പറയാം. ഉത്തരം പറയാലോ. ഒറ്റ ഉത്തരം പറയാലോ. ഇടപെടല്ലേ. ഒറ്റ ഒരു വാർത്ത ഞാൻ വായിക്കാം. മതം മാറ്റ കേസിൽ അറസ്റ്റിലായ ഫയാസ് സിയാദ്. കേരളത്തിലെ പ്രമുഖമായിട്ടുള്ള പത്രത്തിൽ വന്ന വാർത്ത കേട്ടോ. കണ്ണൂർ സ്വദേശിയായ മുഹമ്മദ് റിയാസ് 1-ാം പ്രതി ബംഗളൂരുവിൽ പഠിക്കുന്ന സമയത്താണ് യുവതിയെ പരിചയപ്പെട്ടത്. പെൺകുട്ടിയെ പ്രലോഭിപ്പിച്ച് റിയാസ് വരുതിയിലാക്കി രഹസ്യമായി ചിത്രീകരിച്ച സ്വകാര്യ നിമിഷങ്ങൾ കാട്ടി ഭീഷണിപ്പെടുത്തി മതം മാറ്റി മുഹമ്മദ് റിയാസിന്റെ അടുത്ത ബന്ധുവാണ് ഫയാസ്. എന്താണ്? രഹസ്യമായി ചിത്രീകരിച്ച സ്വകാര്യ നിമിഷങ്ങൾ കാട്ടി ഭീഷണിപ്പെടുത്തി മതം മാറ്റി. മനസ്സിലായോ? കഴിഞ്ഞില്ല. ബാക്കി ഞാൻ വായിച്ചുതരാം. വ്യാജരേഖകൾ നിർമ്മിച്ചു സന്ദർശന വിസയിൽ ഇരുവരും സൗദിയിലേക്ക് പോയി. സിറിയയിലേക്ക് കടത്താൻ വേണ്ടിയിട്ട് ശ്രമിച്ചു എന്ന് പെൺകുട്ടിയുടെ പരാതി. കേരളത്തിൽ എറണാകുളത്ത് പറവൂര് നടന്നതാണ്. ഇതെന്താ അഭിലാഷേ? ഇതെന്താ? പ്രണയം നടിക്കുന്നു, ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുന്നു, പറയട്ടെ, ചിത്രീകരിക്കുന്നു. ആ ചിത്രീകരിച്ചതിന്റെ പേരിൽ ആ ചിത്രങ്ങൾ വെച്ച് ഭീഷണിപ്പെടുത്തി മതം മാറ്റുന്നു. മതം മാറ്റിയിട്ട് സൗദിയിലേക്ക് വ്യാജരേഖകൾ ചമച്ചു പോകുന്നു. അവിടെ നിന്ന് സിറിയയ്ക്ക് പോകാൻ വേണ്ടിയിട്ട് പറയുന്നു. എന്താ ഇത്? എന്താ അഭിലാഷ്? പറയട്ടെ,
ഇത് കേരളത്തിൽ നടക്കുന്നുണ്ട്. നിങ്ങൾ എത്ര മറച്ചു വെച്ചാലും അഭിലാഷേ, നിങ്ങൾ എത്ര മറച്ചു വെച്ചാലും ഇതില്ല എന്നൊക്കെ സ്ഥാപിച്ചാൽ, നിങ്ങൾ പറഞ്ഞില്ലേ മലയാളികൾ നിങ്ങൾ പറയുന്ന മൊത്തം വെള്ളം തൊണ്ട തുടങ്ങാതെ വിഴുങ്ങൂലാന്നേ. മലയാളികൾ ഇതെല്ലാം കാണുന്നുണ്ട്, മലയാളികളെ സുപ്രീം കോടതിയോ കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തെയോ എന്തിനാണ് ഈ കാര്യം ബോധിപ്പിക്കാതിരിക്കുന്നത്? കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തിന്റെ കാര്യം ഞാൻ പറഞ്ഞാണല്ലോ. കേന്ദ്ര ആഭ്യന്തര മന്ത്രി കൊടുത്ത, കേന്ദ്ര ആഭ്യന്തര സഹമന്ത്രി കൊടുത്ത, ലോക്സഭയിൽ കൊടുത്ത റിപ്ലൈ ഞാൻ നേരത്തെ വായിച്ചു. ഡിഫൈൻ ചെയ്തിട്ടില്ല, അത് മാത്രമേ ഉള്ളൂ. അത് മാത്രമല്ല, there is no such cases of love jihad എന്ന വാചകം കൂടി ഉണ്ട്. താങ്കൾക്ക് സൗകര്യമുള്ള വാചകം മാത്രം വായിക്കല്ലേ. There is no such cases of love jihad എന്ന് കൂടി. മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ എല്ലാവർക്കും ഗുഡ് ബൈ.